വളരെ വളരെ ദോഷമുള്ളൊരു ദിവസം. കാരണം സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്ത്യൻ 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന 2020 വേൾഡ് കപ്പിനുള്ള ടീമിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ടീമിൽ സഞ്ജു വി സാംസൺ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വലിയൊരു കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ ടീമിൻ്റെ സെലക്ഷനിൽ സഞ്ജുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നേരെ ഇന്നലത്തെ മത്സരത്തിലെ കുറച്ച് കാര്യം കൂടി പറയാം. അപ്പോൾ എന്തായാലും സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഏതാണ്ട് ഒരു 10 മാസത്തിന് ശേഷമാണ് സഞ്ജു സാംസൺ ഇന്നലെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്തിയത്. ഓപ്പണിംഗ് സ്ലോട്ടിൽ എത്തിയിട്ട് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ കോംബോ എങ്ങനെ വർക്കൗട്ട് ആയി എന്നുള്ളത് ഇന്നലത്തെ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ നമുക്ക് കിട്ടാതിരുന്ന ഒരു സംഭവം അതിൽ കിട്ടി. കാരണം ശുഭ്മാൻ ഗില്ല് അഭിഷേക് ശർമ്മ കോംബോയിൽ നമുക്ക് എന്ത് കിട്ടാതിരുന്നുവോ സഞ്ജു അഭിഷേക് കോംബോ ഇന്നലെ നമുക്കത് തന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെയും കൂടെ ഒരു പിൻബലത്തിൽ സഞ്ജു വി സാംസൺ 2026 ലോകകപ്പിനുള്ള ടീമിൽ ഇടം പിടിച്ചു. അഭിഷേകിനൊപ്പം സഞ്ജു വി സാംസൺ തന്നെ ഓപ്പൺ ചെയ്യുമെന്നുള്ളത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ബാക്കപ്പ് ഒരു വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനത്തിൻ്റെ ബലത്തിൽ 10 കളിയിൽ നിന്ന് 500 റൺസോളം ഇഷാൻ കിഷൻ എടുത്തിട്ടുണ്ട്. ഫൈനലിൽ ഒരു തകർപ്പൻ സെഞ്ചുറി അടക്കം 2 സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറിയുമാണ് ഉൾപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നത്. 10 മത്സരം 500 റൺസ് ചില്ലറ ഇതല്ല. അങ്ങനെ ആ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനത്തിന്റെ ബലത്തിൽ ഇഷാൻ കിഷാൻ ഒരു ബാക്കപ്പ് ഓപ്പണർ അല്ലെങ്കിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വേൾഡ് കപ്പിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവുമില്ല. സഞ്ജു അങ്ങനെ തന്നെ അവിടെയുണ്ട്. ശുഭ്മാൻ ഗില്ല് ടീമിലില്ല. പരിക്കാണോ ഫോമില്ലായ്മയാണോ എന്നറിയില്ല. സാധാരണ രീതിയിൽ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു 2020 ടീമിനെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് വളരെ റെയറാണ്. നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന അതാണ്. സോഷ്യൽ മീഡിയയും ആരാധകരും പിന്നെ കമന്റേറ്റേഴ്സും ക്രിക്കറ്റ് പണ്ഡിറ്റ്സുകളും മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. എന്തിനെ ഫോമായിട്ടുള്ള സഞ്ജു അഭിഷേക് കോംബോനെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ശുഭ്മാൻ ഗില്ലിനെ വരുത്തിയിട്ട് ആ കോംബോ പൊളിച്ച് ഒരു മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിന്റെ പ്രകൃതി തന്നെ മാറ്റി എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം തുടങ്ങിയിട്ട് 10 മാസത്തോളമായി. പക്ഷെ ഇതുവരെ അജിത് അഗാകറും ഗൗതം ഗംഭീറും നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ പ്രതിഷ്ഠിച്ച് പോകുമായിരുന്നു. പ്രത്യേകിച്ച് BCCI ശുഭ്മാൻ ഗില്ലിന് ഒരു ഭാവി വിരാട് കോഹ്ലി ആക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. പക്ഷെ അതേറ്റില്ല. പക്ഷെ അദ്ദേഹം കളിച്ച കളികളിലൊക്കെ അദ്ദേഹം വൻ പരാജയമായിരുന്നു. ഏതാണ്ട് ഒരു 2020 കളിക്കേണ്ട 2020 ശൈലിയിൽ ബാറ്റ് വീശേണ്ട സമയത്ത് ശുഭ്മാൻ ഗില്ല് ടെസ്റ്റിൽ പോലെയും അല്ലെങ്കിൽ വൺ ഡേ പോലെയും ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒറ്റ കളിയിൽ സഞ്ജു വി സാംസൺ ടീമിലെ ഒരു ഒറ്റ മാറ്റം, സഞ്ജു വി സാംസനെ ഓപ്പണറായിട്ട് ഇറക്കി എന്നുള്ള ഒറ്റൊരു മാറ്റത്തിൽ ടീമിന്റെ മൊത്തം ബാറ്റിംഗ് ശൈലി മാറി. സഞ്ജു അഭിഷേക് കോംബോ നമ്മുടെ ഈ പവർ പ്ലേയിൽ 6 ഓവറിൽ 64 റൺസോളം അടിച്ചു കൂട്ടുന്നു. ഇതൊന്നും കാണാത്തതാണ്. അഭിഷേക് ശുഭ്മാൻ ഗിൽ കോംബോയിൽ കാണാത്ത സംഭവമാണത്. ആ ഒരു മികച്ചൊരു അടിത്തറ ഓപ്പണിംഗ് ഇട്ടപ്പോൾ ബാക്കി വന്ന തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് പോട്ടെ, എന്തപ്പോൾ ചെയ്യാൻ പറ്റിയ. പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല ക്യാപ്റ്റൻസിയാണ്. പിന്നാലെ വന്ന തിലക് വർമ്മ, ഈവൻ ഹാർദിക് പാണ്ഡ്യ, ഇവരൊക്കെ അടിച്ചു കളിച്ചു. അതിനെന്താ ഒരു പ്രധാന ഘടകം മികച്ച ഓപ്പണിംഗ് അടിത്തറ ഇട്ടു സഞ്ജു അഭിഷേക് കോംബോ. ഈ കോംബോ ആണ് 2024 നമ്മൾ കണ്ടത്. സൗത്ത് ആഫ്രിക്കയിലടക്കം പോയിട്ട് 3 സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയിലടക്കം പോയിട്ട് നമ്മൾ കണ്ടൊരു കോംബോ ഉണ്ട്. ആ കോംബോ ഒറ്റ കളിയിൽ തിരിച്ചു കൊണ്ടുവന്നു. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിൽ എടുത്തിട്ടുണ്ട് 2026 വേൾഡ് കപ്പിൽ. ആദ്യമായിട്ട് സഞ്ജു സാംസൺ 2020 വേൾഡ് കപ്പിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2024 വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. വെസ്റ്റ് ഇൻഡീസിലൊക്കെ വെച്ച് നടന്നത്, USA വെച്ച് നടന്നത്. പക്ഷെ അതിൽ പോലും സഞ്ജു ടീമിലുണ്ടെങ്കിൽ പോലും ഒറ്റ കളി പോലും ഇറക്കിയില്ല. പക്ഷെ ഇത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയായിരിക്കും. അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഇന്നത്തെ കളി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇഷാൻ കിഷൻ ഉണ്ടെങ്കിൽ പോലും ഇഷാൻ കിഷൻ മത്സരം കൊടുക്കുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്തായാലും സഞ്ജു വി സാംസൺ ആയിരിക്കും. മലയാളികൾക്ക് അഭിമാനിക്കാം. മലയാളികൾ മാത്രമല്ല അവിടെ സപ്പോർട്ട് ഉള്ളത്. എല്ലാ സോഷ്യൽ മീഡിയയും ഇപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസാര വിഷയം സഞ്ജു വി സാംസൺ തന്നെയാണ്. അദ്ദേഹം ഇന്നലെ ആ ഡുവോ ടൈ മാച്ച് ഒരൊറ്റ മത്സരം ഇന്നലെ കിട്ടിയത്. അതിന്നലെ അദ്ദേഹം ഒരു സിംഗിൾ ഡിജിറ്റിൽ ഔട്ട് ആവുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി മേല ചിലപ്പോൾ സഞ്ജു വി സാംസനെ ഇന്ത്യൻ ടീമിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ മത്സരത്തിൽ പോലും, ആ ക്രൂഷ്യൽ മത്സരത്തിൽ പോലും അദ്ദേഹം ഡെലിവർ ചെയ്തു. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. എനിവേ സഞ്ജു വി സാംസനെ ഇനി നമുക്ക് വേൾഡ് കപ്പ് ടീമിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേകമായിട്ട് കാണാം.